നമസ്കാരം. നമ്മുടെ രാജ്യത്തിന് മേൽ അമേരിക്ക ഏൽപ്പിച്ച തീരുവ പ്രഹരത്തിന്റെ ആഘാതം അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിനുള്ള പ്രതിരോധ നീക്കമായി വേണം ചൈന, ജപ്പാൻ, റഷ്യ രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന കൂടിക്കാഴ്ചയെ കാണാൻ. ഗാൽവാൻ സംഭവത്തെ തുടർന്ന് മരവിച്ചു കിടന്ന ചൈനയുമായുള്ള ബന്ധത്തിന് ഊഷ്മളമായ പുനരുജ്ജീവനം നൽകാൻ മോഡി, ഷീ ജിൻപിങ് ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് കരുതാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് നിർണായകമായി മാറുന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ ഫലത്തിനായുള്ള കാത്തിരിപ്പ് ആകാംക്ഷ നിറഞ്ഞതാണ്. തീരുവ നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതാണ്. ബ്രിക്സിനെ ശക്തിപ്പെടുത്തി പുതിയ തീരുമാനങ്ങളുമായി അംഗരാജ്യങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ അത് ഇന്ത്യ, ചൈന, റഷ്യ ശാക്തിക ചേരിയുടെ പിറവിക്ക് വഴി തുറക്കുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നയതന്ത്ര വിദഗ്ധൻ ശ്രീ വേണു രാജാമണി, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ SP രാജേഷ്, അധ്യാപകനും രാജ്യാന്തര വിഷയങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ ഷിനാസ്, ഒപ്പം തന്നെ ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ വേണു രാജാമണി, ചൈനയുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിർത്തിയുടെ കാര്യത്തിൽ അവിശ്വസ്തത കൊണ്ട് എല്ലാ കാലത്തും അകറ്റി നിർത്തിയിരുന്ന അയൽവാസി എന്ന് നമുക്ക് ചൈനയെക്കുറിച്ച് പറയേണ്ടി വരും. ആ ഒരു നെറേറ്റീവ് മാറ്റാനുള്ള പുതിയ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചൈനീസ് സന്ദർശനം നടത്തി തിരികെ വന്നപ്പോൾ അതിർത്തിയിൽ വെടിപൊട്ടിയ അനുഭവം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അന്നു മുതൽ അകറ്റി നിർത്തുന്നതാണ് അയൽ രാജ്യമായിരുന്നിട്ടും ചൈനയെ. ആ അവിശ്വസ്തതയുടെ കാലം കഴിഞ്ഞോ? അമേരിക്കയുടെ ഈ തീരുവ പ്രഹരത്തിൽ കൈകോർത്ത് നിന്നുകൊണ്ട് പുതിയ ശക്തിയായി ചൈനയ്ക്കൊപ്പം നിൽക്കാൻ ഇന്ത്യ നീക്കങ്ങൾ തുടങ്ങി എന്നാണോ ഷാങ്ഹായ് ഉച്ചകോടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഷാങ്ഹായ് ഉച്ചകോടി മീറ്റിങ്ങിനെ, അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ കൂട്ടിക്കാണരുത്, എക്സാജറേറ്റ് ചെയ്യരുത്. ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽവാസിയാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ വേണമെങ്കിൽ മാറ്റാം, എന്നാൽ അയൽവാസിയെ മാറ്റുവാൻ സാധിക്കില്ല. നമ്മുടെ ബന്ധങ്ങൾ നല്ലതായിരുന്നാലും മോശമായിരുന്നാലും അവരുടെ ചെയ്തികൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും നമ്മൾ എതിർക്കുന്നതാണെങ്കിലും എന്തായിരുന്നാലും നമ്മൾ ചൈനയോടൊപ്പം ജീവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ചൈന ബന്ധങ്ങൾ പരമാവധി നല്ല രീതിയിൽ മാനേജ് ചെയ്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യയുടെ ശ്രമം. ഈ ഉച്ചകോടി നടക്കുന്നതും അതിൻ്റെ സൈഡ് ലൈൻസിൽ പ്രൈം മിനിസ്റ്റർ മോദിയും പ്രസിഡന്റ് ഷിയും തമ്മിലുള്ള മീറ്റിംഗ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നാൽ അത് അമേരിക്കൻ ടാരിഫ്സിനുള്ള ഒരു മറുപടിയായിട്ടല്ല, അതിന് ഇൻട്രിൻസിക് ആയിട്ട് ഗുണമുണ്ട്. ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഒരു നോർമലിറ്റിയിലേക്ക് വരികയും അത് സ്റ്റേബിളായി തുടരുകയും അതിൽ ഒരു പ്രെഡിക്റ്റബിലിറ്റി കൊണ്ടുവന്ന് നമ്മുടെ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുക, ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായ ചൈനയിൽ നിന്നും ഇന്ത്യ പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നെല്ലാം ഇന്ത്യയുടെ എന്നും നിലനിൽക്കുന്ന ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ അറ്റ്മോസ്ഫെറിക്സിൽ ശരിയാണ്, ഈ US ടാരിഫ്സിന് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഇന്ത്യയും ചൈനയും നല്ല ബന്ധങ്ങൾ നിലനിർത്തേണ്ട രാജ്യങ്ങളാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അതിനുവേണ്ടി പരമാവധി ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അമേരിക്കയോട് എന്ന പോലെ ചൈനയോടും നമ്മുടെ പോളിസി ഒന്ന് തന്നെയാണ്. നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ അതിൽ അടിയുറച്ച് നിൽക്കുക, അതിൽ വിട്ടുവീഴ്ച നടത്താതിരിക്കുക. അതേസമയം നമ്മൾക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളെല്ലാം പരിഹരിക്കുക. അല്ല, വേണുരാജാമണി സാർ, ഈ ചൈനയുമായുള്ള ഉച്ചകോടിയുടെ കാര്യത്തിൽ ഒരു അനാവശ്യമായ രീതിയിൽ അതിനെ പെരുപ്പിച്ച് കാണേണ്ടതില്ല, എക്സാജറേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ഫോർഗോൺ കൺക്ലൂഷനും ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ല എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. പക്ഷേ സാർ, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടി പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ സാധാരണ നിലയിൽ അമേരിക്ക അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി നടത്തുന്ന ഏകപക്ഷീയമായ ഇടപെടലുകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബഹുധ്രുവ ലോകം സൃഷ്ടിക്കുക എന്നത് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന്
സാമ്പത്തികമായ കാര്യങ്ങളിൽ, സൈനികമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയമായ കാര്യങ്ങളിലൊക്കെ അമേരിക്ക വെച്ച് പുലർത്തുന്ന ആധിപത്യത്തിന് ഒരു ബദൽ സംവിധാനം, ഒരു ബദൽ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നത് ഇത്തരം ഉച്ചകോടിയിലൂടെ പുറത്തു വരേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക സഹകരണം, വ്യാപാര സഹകരണം, ഇതൊക്കെ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനുള്ള മറുപടി ഇത്തരം ഉച്ചകോടിയിലൂടെ പുറത്തേക്ക് നൽകാൻ കഴിയും ഒരു സന്ദേശമായി എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? അതിൽ എക്സാജറേഷൻ ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തത്വത്തിൽ വളരെ നല്ലതാണ്. സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ വളരെയധികം ഭംഗിയുണ്ടാവും. എന്നാൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ യാഥാർത്ഥ്യം എന്താണ്? അതിനുള്ളിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഒരു രാജ്യമാണ്, ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. മിലിറ്ററി രംഗത്ത് വലിയൊരു ശക്തി റഷ്യയാണ്. ഈ 3 രാജ്യങ്ങളാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങളുടെയും സാഹചര്യം എടുത്തു നോക്കിയാൽ ഇവ 3 പേരോടും നമ്മൾ ചോദിച്ചാൽ ഏത് രാജ്യവുമായുള്ള ബന്ധങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ചൈനയും റഷ്യയും പറയാൻ പോകുന്ന അതേ ഒരേ ഒരു ഉത്തരമാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനം എന്നതാണ്. ഇവ രണ്ടുപേരും ട്രംപുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നടപടിയും ഇന്ത്യയുടെ പോളിസിയും അതുപോലെ തന്നെയാണ്. നമ്മൾ അമേരിക്കയെ ഒരു ശത്രുവാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ട്രംപിന്റെ ചില തീരുമാനങ്ങൾ കാരണം നമുക്ക് വലിയൊരു സാമ്പത്തിക ആഘാതം ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് കാരണം അമേരിക്ക ബന്ധങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കാൻ നമ്മൾ തയ്യാറല്ല. ട്രംപിനെയും അമേരിക്കയെയും നമ്മൾ താരതമ്യപ്പെടുത്തരുത്. ട്രംപ് 4 വർഷത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ്. അദ്ദേഹം പല ഫ്ലിപ്പ് ഫ്ലോപ്സും നടത്തിയിട്ടുണ്ട്. ഇന്ന് പറയുന്ന കാര്യവും നാളെ പറയുന്ന കാര്യവും ഒന്നല്ല. ഇന്ന് ഇന്ത്യക്കെതിരെ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്, എന്നാൽ നാളെ അത് മാറിക്കൂടായിക ഇല്ല. അതുകൊണ്ട് നമ്മൾ ചർച്ചകൾ അമേരിക്കയുമായി തുടരുന്നു. ആ ബന്ധങ്ങളെ ഒരു സ്റ്റേബിൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. ഈ ടാരിഫ്സ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അമേരിക്കയുമായി ഒരു ട്രേഡ് ഡീലിന് വേണ്ടി ശ്രമിക്കുന്നു. ഈ ശ്രമങ്ങളെല്ലാം തുടരുവാണ്. അതുപോലെ തന്നെയാണ് ചൈനയും സാമ്പത്തിക രംഗത്തും ടാരിഫ്സിനെ കുറിച്ചും എല്ലാം ഒരു ട്രേഡ് ഡീലിനെ കുറിച്ച് അമേരിക്ക ചർച്ച നടത്തുന്നു. റഷ്യയുടെ കാര്യത്താണെങ്കിൽ യുക്രൈൻ വിഷയമാണ് പ്രധാന ചർച്ചാ വിഷയം അമേരിക്കയുമായി. ഒരു വശത്ത് യുക്രൈൻ യുദ്ധത്തിന് എങ്ങനെ ഒരു അവസാനം കണ്ടെത്താൻ സാധിക്കും എന്നതിനെ കുറിച്ച് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയുമായി ചർച്ച ചെയ്യുന്നു. അതിനോടൊപ്പം റഷ്യ അമേരിക്ക ബന്ധവും ഒരു ഫ്രോസൺ സിറ്റുവേഷനിലായിരുന്നു ബൈഡന്റെ കാലഘട്ടത്തിൽ. അത് മാറ്റി വീണ്ടും ഒരു നോർമൽസിലേക്ക് വരാൻ വേണ്ടിയാണ് റഷ്യ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷാങ്ഹായ് ഉച്ചകോടിയെ പെരുപ്പിച്ച് കാണിക്കരുതെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഈ മീറ്റിംഗ് ഇവിടെ ഈ പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റിന്റെ പ്രാധാന്യം ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ് ആണ്, പ്രസിഡന്റ് പുടിനുമായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇന്ന് പാകിസ്ഥാൻ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരു അംഗമാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉടലെടുത്തത് ഒരു ആന്റി ടെററിസം ഓർഗനൈസേഷൻ എന്ന നിലയിലാണ്, ഒരു ആന്റി എക്സ്ട്രീമിസം ഓർഗനൈസേഷൻ എന്ന നിലയിലാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോഴും താലിബാൻ ഭരിക്കുന്നു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഉള്ളിൽ നിന്നും വരുന്ന ഭീകര പ്രവർത്തനങ്ങളെ തടയുകയും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾക്കും ചൈനയുടെ ഷിൻജിയാങ് പ്രോവിൻസിനും റഷ്യയുടെ ചെച്ചനിയയ്ക്കും എല്ലാം എതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി ഉടലെടുത്ത ഒരു സംഘടനയാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൽ പാകിസ്ഥാൻ അഡ്മിഷൻ കൊടുത്തതോടുകൂടി ഇന്ത്യയിലേക്ക് ടെററിസ്റ്റ് അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ആ സംഘടനയുടെ അംഗമായിരിക്കുകയാണ്. മാത്രമല്ല അതൊരു എല്ലാ തീരുമാനങ്ങളും കൺസെൻസസ് പ്രകാരം എടുക്കുന്നത് കൊണ്ട് എല്ലാ തീരുമാനങ്ങളിലും പാകിസ്ഥാൻ ഒരു വീറ്റോ ലഭിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഷാങ്ഹായ് കോഓപ്പറേഷന്റെ ഓർഗനൈസേഷന്റെ അംഗമാകുന്നതോടുകൂടി ഇന്ത്യക്ക് ആ സംഘടനയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. ഇന്ത്യക്ക് ആ സംഘടനയെ കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടാകില്ല. നമുക്ക് ഈ അവസരം ഉപയോഗിച്ച് ചൈനയുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, നോർമലൈസ് ചെയ്യുക. റഷ്യയുമായി അല്ലെങ്കിൽ തന്നെ നല്ല ബന്ധങ്ങളുണ്ട്, അത് കൂടുതൽ ശക്തിപ്പെടുത്തുക, മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായി എല്ലാം ചർച്ചകൾ നടത്തുക എന്ന ചുരുങ്ങിയ ലക്ഷ്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇതിൽ നിന്നും വലിയൊരു ലോകമാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല. ശരി, ഡോക്ടർ രാജേഷ്, ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്നതൊരു അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നത് കച്ചവടത്തിൻ്റെ പേരിലുള്ള ബന്ധമാണ്.
അതായത് പ്രതിവർഷം ഏതാണ്ട് 87 ബില്യൺ ഡോളറിൻ്റെ കച്ചവടമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത്. ഈ തീരുവ ഇരട്ടിപ്പിലൂടെ നമുക്ക് കിട്ടിയ ആഘാതം അത് ഇവിടെ കേരളത്തിൽ ആലപ്പുഴയെ പോലും ബാധിക്കാൻ പോവുകയാണ്. കാരണം ആലപ്പുഴയിലെ കയർ മേഖലയിൽ നിന്ന് 1500 കോടി രൂപയുടെ കയറ്റുമതിയാണ് അമേരിക്കയിലേക്കുള്ളത്. ഇപ്പോൾ തന്നെ അത് 600 കോടിയുടെ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള സുഗന്ധസത്ത് കയറ്റുമതി അതിൽ 25% പോകുന്നത് അമേരിക്കയിലേക്കാണ്. തുണിത്തരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ തിരുപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയുടെ കാര്യത്തിൽ അങ്ങനെ യഥാർത്ഥത്തിൽ ഈ തീരുവ ഇരട്ടിപ്പിൽ തീരുവ പ്രഹരത്തിൽ നമ്മൾ എത്രത്തോളം അത് നമ്മളെ നേരിട്ട് ബാധിക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കെടുപ്പോ വിലയിരുത്തലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മളിപ്പോഴും നേരത്തെ ശ്രീ വേണു രാജാമണി പറഞ്ഞതുപോലെ ചില റെട്ടറിക്കുകളുണ്ട്, ചില പ്രസ്താവനകൾ വരുന്നുണ്ട്. ഈ കൂട്ടുകെട്ടിലൂടെ അല്ലെങ്കിൽ പുതിയ നീക്കങ്ങളിലൂടെ അമേരിക്കയുടെ ഈ തീരുവ പ്രഹരത്തെയൊക്കെ മറികടക്കാൻ ഇന്ത്യക്ക് കഴിയും, ഇന്ത്യ വഴങ്ങിക്കൊടുക്കുന്ന സ്വഭാവത്തിൽ നിൽക്കില്ല. പണ്ട് നിക്സനോട് ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ തന്നെ അങ്ങ് അകലെ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രം ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന അതേ തൻ്റെ ഇടത്തോടുകൂടി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ബാധിക്കാൻ പോകുന്ന ഗുരുതരമായ ആഘാതത്തെക്കുറിച്ച് വേണ്ടത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് മറികടക്കാനുള്ള ഒരു സംവിധാനം ഇന്ത്യക്കുണ്ടോ? കേരളത്തിൽ ആലപ്പുഴ പോലെയുള്ള ഇടങ്ങളിൽ കയർ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ, ചെറുപ്പക്കാർക്കുണ്ടാകാൻ പോകുന്ന തൊഴിൽ നഷ്ടം പോലെയുള്ള നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എന്താണ് പരിഹാരമുള്ളത്? ഡോക്ടർ രാജേഷ്. ശ്രീ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല മിക്കവാറും ഈ വിഷയത്തെ പറ്റി കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാവരും. ഇപ്പം അങ്ങ് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു 85 ബില്യൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് ഒരു ബില്യൺ എന്ന് പറയുമ്പോൾ 8700 കോടി. അതിൽ ഏകദേശം ഒരു 40 മില്യൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ബാക്കിയുള്ള കുറേ ഗുഡ്സുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മരുന്ന്, മൊബൈൽ, ഇലക്ട്രിക്കൽ ഗുഡ്സ് അങ്ങനെ പോലത്തെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റീല്, അതേപോലത്തെ സ്റ്റീൽ ആൻഡ് ഓട്ടോമൊബൈൽസ് വലിയ ആഘാതം വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റീല്, ഓട്ടോമൊബൈൽസ്, അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഓൾറെഡി ഈ സ്റ്റീലിനൊക്കെ ഓൾറെഡി 50% ഉണ്ട്, ഓട്ടോമൊബൈലിൽ 25% ഉണ്ട്. എങ്കിൽ പോലും നമ്മൾക്ക് ഈ ഒരു പറഞ്ഞ 45 മില്യൻ്റെ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരു 45 to 41 to 45 അതാണ് കൊടുക്കുന്ന ഒരു കണക്ക്. അതിൽ നമ്മൾ വേണ്ടത്ര പ്ലാനിങ് നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ വലുതെ കുത്തനെ ഇടിയുമെന്നോ അങ്ങനെ പ്രയാസങ്ങൾ നേരിടുമെന്നോ എന്ന് തോന്നുന്നില്ല. മിക്കവാറും വരുന്ന ഒപ്പീനിയനുകൾ അങ്ങനെയാണ്. ഇനി ഗോയിങ് ഫോർവേഡ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കി കണ്ടേ പറയാനൊക്കൂ. പക്ഷേ ഇപ്പോൾ നോക്കുക, നമ്മുടെ കഴിഞ്ഞ പാദത്തിൽ തന്നെ നമ്മുടെ GDP ഏകദേശം നമ്മുടെ ഗ്രോത്ത് ഒന്നാം പാദത്തിൽ തന്നെ 7.8% വന്നിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ 6%. ഡോക്ടർ രാജേഷ്, അത് ഈ തീരുവ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപുള്ള കാര്യമല്ലേ താങ്കൾ പറഞ്ഞത്? തീർച്ചയായും. നമ്മളെ എക്സ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമുദ്രോൽപ്പന്നങ്ങൾ അങ്ങനെ പല എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ എക്സ്പോർട്ടേഴ്സ് തന്നെ ഞാൻ മനസ്സിലാക്കിയത്, CNBC പോലുള്ള മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, എക്സ്പോർട്ടേഴ്സ് ഏകദേശം 6-7 മാസത്തേക്ക് കണക്കാക്കിയിട്ടുള്ള എക്സ്പോർട്ട് ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു കുഷ്യൻ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക നിലയിൽ ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ഈ അറൗണ്ട് 4.5 ബില്യൻ്റെ ഒരു ഇതിലേക്കേ വരുന്നുള്ളൂ. അല്ലാതെ എല്ലാ പ്രൊഡക്റ്റിനെയും ഒരുപോലെ ബാധിക്കുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റേതായ ഇപ്പോൾ നമ്മൾ ചൈനയായിട്ട് സ്വാഭാവികമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ കരാറോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഓൾറെഡി API പോലെ ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസ് അത് ഇപ്പോൾ നമ്മൾ 70% ചൈനയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യ ഒരു ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ്, അത് നമ്മൾ മറന്നു പോകാൻ പറ്റില്ല. ഇങ്ങനെ ചൈനയ്ക്ക് ചില കാര്യങ്ങളിൽ ശരിക്കും മോണോപ്പൊളി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ റെയർ എർത്ത് മിനറൽസ്, അതേമാതിരി റെയർ എർത്ത് മാഗ്നറ്റ്, ഇതിനെന്താ ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കാൻ കാരണം
ഈ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ വളരെ പരമപ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇത് അമേരിക്കയ്ക്കും ചൈന കൊടുക്കുന്നുണ്ട്, ഇന്ത്യക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അമേരിക്കേനെ നമ്മൾ അങ്ങനെ എഴുതി തള്ളാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഇന്ത്യ അമേരിക്ക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് അതിലൊന്നും അർത്ഥമില്ല. കാരണം അമേരിക്ക 3.8 ട്രില്യൺ ആണ് ഓൾ പ്രൊഡക്ട്സിൻ്റെ ഇമ്പോർട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു രാഷ്ട്രമാണ്. ഈ അമേരിക്കയ്ക്ക് പറ്റിപ്പോയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മിക്കവാറും അവിടുത്തെ തന്നെ എക്കണോമിസ്റ്റുകൾ, പ്രധാനപ്പെട്ട എല്ലാ എക്കണോമിസ്റ്റുകളും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, ഈ ട്രംപിൻ്റെ ട്രേഡ് അഡ്വൈസറായി കഴിഞ്ഞ ടൈമിലും അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായിട്ട് നിന്ന ആളാണ് ഈ പീറ്റർ കെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം കൊടുക്കുന്ന തെറ്റായ അഡ്വൈസറിയാണ് ഒരു റീസണായിട്ട് കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പിറകിൽ പറയുന്ന ചില കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ റഷ്യയായിട്ടുള്ള കരാറും മറ്റേ ഓയിലിൻ്റെ കാര്യങ്ങളും റഷ്യയിലോട്ട് കൂടുതൽ പണം എത്തുന്നു അങ്ങനത്തെ കാര്യങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള ഇതിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്നുള്ള ഒരു അംഗീകാരം കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എക്കണോമിയെ അത് മറ്റ് കൺട്രീസൊക്കെ ഇത് ഒരുപാട് ഡൈവേഴ്സിഫൈ പോയിട്ടുണ്ട്. ഇതിനത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. കാരണം നമ്മൾ 30 വർഷത്തോളമായിട്ടുള്ള ഒരു അലയാണ്, നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ള നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലൊരുപാട് പ്രോഡക്ട്സ് ഇതിൻ്റെ പുറത്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ചില പ്രോഡക്റ്റുകൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചില ചലഞ്ചസ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിന് നമ്മൾ അതിജീവനത്തിൻ്റെ പാതയിലൂടെ തന്നെ പോകും. നമുക്കിപ്പോൾ ബൊക്രാൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ 1996 ഇഷ്യൂ വന്നപ്പോൾ നമ്മൾക്ക് എന്തുണ്ടായി, ലോകത്തു നിന്ന് നമുക്ക് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല. അന്നല്ലേ നമ്മൾ ഈ റിസർജൻസ് ബോണ്ടുകളൊക്കെ കൊണ്ടുവന്ന് അതിനെ മറികടക്കാൻ ജയിച്ചു. അത് വാജ്പേയിയുടെ കാലത്ത്, അത് അന്ന് 1996 കാര്യമാണ്. ഇന്ന് എത്ര ഞാൻ ഈ ഒരു ഫിഗർ പറയാൻ കാരണം താങ്കൾ പറഞ്ഞ ഈ US-ൻ്റെ ഒരു ചലഞ്ച് കൊണ്ട് നമ്മുടെ എക്കണോമി നേരെ താഴെ പോയില്ല. US-നെ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമി ഒന്നല്ല ഇന്ത്യയുടേത്. മാത്രമല്ല ഏറ്റവും വലിയ ഉപഭോഗ രാഷ്ട്രമാണ്. മറ്റെല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഇത്രയും വലിയ ഉപഭോഗ രാഷ്ട്രം ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയായിട്ട് വ്യാപാര കരാറിലേക്കൊക്കെ ഒപ്പിടുന്നത്. അത് മാത്രമല്ല നമ്മൾക്കിപ്പോൾ GSTയുടെ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വലിയൊരു ചലഞ്ച് എടുത്തത്. എന്ത് ചലഞ്ചാണ്? നമ്മൾ GSTയുടെ 2 ഓരോ സമയങ്ങളിലും നമ്മൾ ധാരാളം മോഡിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്. GSTയിൽ ഇപ്പോൾ കണ്ടോ 2 സ്ലാബിൽ വന്നു. ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ വില കുറയുകയാണ്. ഡിസ്പോസിബിൾ ഇൻകം ഉള്ള ആളുകൾക്ക് ഒരുപാട് എക്കണോമിയിലോട്ട് പണം വരും. ഇപ്പൊ ടാക്സ് അത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി ആണല്ലോ. അതായത് ഈ ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക, വിപണിയിൽ അത് കൂടുതൽ വിറ്റഴിക്കുക, ആ ഉപഭോഗം വർദ്ധിപ്പിക്കുക, അതൊരു സ്ട്രാറ്റജിയാണ്. അതുവഴി GSTയുടെ അതെ. അപ്പൊ നമ്മൾക്ക് വൻ ആഘാതം വന്ന് നമ്മുടെ എക്കണോമി തകർന്നു പോകുന്നു അല്ലെങ്കിൽ വലിയൊരു ഇത് വരുന്നൊന്നും ഇല്ല. പക്ഷെ മറിച്ച് അങ്ങ് പറഞ്ഞ ചില പോയിന്റുകൊണ്ട് ഞാനും എഗ്രി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഡയമണ്ടൊക്കെ പോലത്തെ കാര്യങ്ങളൊക്കെ സൂററ്റിലൊക്കെ ഒരു വലിയ ഇതിലൊക്കെ ഇത് തന്നെയാണ്. ഇപ്പം നമ്മൾ അദ്ദേഹം ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞ വരെ തന്നെ കയർ ഉൽപ്പന്നങ്ങൾ, അതേമാതിരി സമുദ്രോൽപ്പന്നങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അമേരിക്കയ്ക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ അവരുടെ കൺട്രിയിൽ തന്നെ ഇത് കിട്ടുമോ, ലഭ്യമാക്കുമോ, അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുമോ, നമ്മൾ എത്രത്തോളം അമേരിക്ക ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള ചില വസ്തുതകളും കൂടി ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത് ഒരു ലോങ് ടേം ഇഷ്യൂ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഇതിന് പതുക്കെ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഡോക്ടർ രാജേഷ്, ഇതിനകത്ത് ഇപ്പൊ ടെക്സ്റ്റൈൽ മേഖല എടുക്കാം. ടെക്സ്റ്റൈൽ മേഖലയിൽ നമ്മളുടെ വലിയ കയറ്റുമതി സാധ്യതയാണ്. അതിൻ്റെ നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ് അമേരിക്ക. അവിടേക്കുള്ള കയറ്റുമതി നമുക്ക് ബുദ്ധിമുട്ടായതോടുകൂടി അവർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പല തുണിത്തരങ്ങളും മറ്റ് ഇടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത പ്രതിബന്ധം നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കിറ്റക്സ് സാബു ഒക്കെ അദ്ദേഹം തന്നെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി ഇവിടെ തന്നെ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾ അങ്ങോട്ടേക്ക് കയറ്റി അയക്കാൻ കഴിയാതെ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനോടകം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ നിലച്ചു പോയിരിക്കുകയാണ്, വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു രാജ്യത്തുണ്ടാക്കുന്ന അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കില്ലേ ഡോക്ടർ രാജേഷ്? ഇപ്പോൾ നമ്മൾ ആഭ്യന്തര വിപണി വലുതാക്കാം, ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുക്കാം, ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്നൊക്കെ തത്വത്തിൽ പറഞ്ഞാലും പ്രായോഗിക തലത്തിൽ അതൊക്കെ വന്ന് അതിൻ്റെ ഫലമൊക്കെ ഉണ്ടാകാൻ കാലം എത്ര എടുക്കും?
അല്ല, കാലം എടുക്കുന്ന പ്രശ്നമല്ല, ഈ പ്രശ്നം തന്നെ നീണ്ടു നിൽക്കുന്നു എന്നുള്ള ഒരു പോയിന്റിലോട്ട് ഞാൻ വരുന്നില്ല. ഇത് നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറയാം. പക്ഷേ ഇത്തരം ചലഞ്ചുകളെ നമ്മൾ അഭിമുഖീകരിച്ചല്ലേ വരുള്ളൂ. അപ്പോൾ അതിജീവനത്തിൻ്റെ പാത നമ്മൾ തേടും. നമ്മൾ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യും, മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് പോകും. ഇപ്പോൾ EU എന്ന് പറയുന്നത് 27 കൺട്രീസിൻ്റെ EU അമേരിക്കയുമായിട്ട് ഒപ്പിട്ടിരിക്കുന്ന കരാർ എന്താ? കാലിൽ വീണ മാതിരിയുള്ള കരാറുകളാണ് അവർ ഒപ്പിട്ടിരിക്കുന്നത്. പലതും വേവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് അവർ നിലനിൽക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സമീപനം നമുക്ക് എടുക്കാൻ പറ്റുമോ അമേരിക്കയുമായിട്ട്? ഏത് രീതിയിലും ഞങ്ങൾക്ക് ട്രേഡ് നടത്താം. അപ്പോൾ ആ രീതിയിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് 25% അഡീഷണൽ ആണ്. റിമൈനിങ് 25% ഓക്കെ എന്ന് നമുക്ക് പറഞ്ഞാലും ഈ അഡീഷണൽ 25% നമ്മളെടുത്ത് നിൽക്കുകയാണ്. അപ്പം മറ്റ് രാഷ്ട്രങ്ങളും എല്ലാം വരുമല്ലോ ഇതിൻ്റെ അകത്ത്. ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യക്ക് വളരെ ഭംഗിയായി കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡോക്ടർ രാജേഷ്, ഏതായാലും നമുക്ക് അടുത്ത റൗണ്ടിൽ വിശദമായി സംസാരിക്കാം. ശ്രീ ഷിനാസ് നമ്മളോടൊപ്പമുണ്ട്, ശ്രീ റെജി ലൂക്കോസ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഷിനാസ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നാണല്ലോ. നല്ല അതിർത്തികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്നാണ്. ചൈനയുടെ കാര്യത്തിൽ, അതിർത്തിയുടെ കാര്യത്തിൽ നമുക്ക് അവരെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മുൻ അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അമേരിക്കയുമായുള്ള വ്യാപാര തർക്കത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു സഹകരണം, ഒരു കൂട്ടുകെട്ട്, അതിനുള്ള സാധ്യത താങ്കൾ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലൂടെ കാണുന്നുണ്ടോ? ഇത് തീരുവ പ്രശ്നവും ചൈനയുമായുള്ള ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഇപ്പോഴത്തെ ചർച്ചയും രണ്ടും രണ്ടാണ്, അതേസമയം രണ്ടും രണ്ടല്ല താനും. കാരണം അവിടെ ഷീ ജിൻപിങ് ഉണ്ട്, മോഡി ഉണ്ട്, പുടിനുണ്ട്. അപ്പോൾ ഇതിൽ തീരുവ പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളൊരു ചിത്രം, ഇന്ത്യയുടെ ഇറക്കുമതി കയറ്റുമതി ചിത്രം നോക്കിയാൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 85% ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 50%-ലധികം പ്രകൃതിവാതകം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ മൊത്തം മെർച്ചൻഡൈസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി $677 ബില്യൺ ആയിരുന്നു. അതിൽ $170 ബില്യൺ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമാണ്. ഇപ്പോൾ ഈ 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 2002 യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് മുതൽ 2002 മുതൽ റഷ്യയിൽ നിന്ന് ഏതാണ്ട് 35% വരെ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി. അതിനു മുമ്പ് 2% മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ കയറ്റുമതി, അമേരിക്കയിലേക്ക് മാത്രമുള്ള കയറ്റുമതി നോക്കുമ്പോൾ ഇന്ത്യയുടെ GDP-യുടെ 1/5 ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ നിന്ന് വരുന്നതാണ്. GDP-യുടെ 1/5. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 1/5 അമേരിക്കയിലേക്കുമാണ്. മൊത്തം കയറ്റുമതിയുടെ 1/5. ഈ മൊത്തം കയറ്റുമതിയുടെ 40% ഉൽപ്പന്നങ്ങൾക്ക് ഈ 50% തീരുവ ബാധകമല്ല. അതേസമയം 60% ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാണ്. സമുദ്രോൽപ്പന്നങ്ങൾ, നേരത്തെ ചൂണ്ടിക്കാണിച്ച കയർ, രത്നം, വജ്രവ്യാപാരം, അങ്ങനെ തുണിത്തരങ്ങൾ, ഇതൊക്കെ. അപ്പോൾ വാസ്തവത്തിൽ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടക്കുന്ന ചർച്ചകൾ ദൂരവ്യാപകമായ വലിയ തോതിലുള്ള പാരഡൈം ഷിഫ്റ്റ്, വമ്പിച്ച ചുവടുമാറ്റമൊന്നും ഈ ലോക രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതേസമയം ചൈനയുമായുള്ള ബന്ധം, അതിർത്തി തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ കോവിഡ് കാലത്ത് ചൈനയിൽ നിന്നുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് വലിയ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിൽ വലിയ ഇളവുകൾ, രാജ്യസുരക്ഷ മുൻനിർത്തി തന്നെ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ കാര്യമായ പഴുതുകളില്ലാതെ ചൈനയിൽ നിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിന് ഇന്ത്യ അനുമതി നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യ ഇതുവരെ ഇപ്പോൾ പീറ്റർ കെൻ നവാറ, അദ്ദേഹമാണല്ലോ വളരെ ട്രംപിൻ്റെ ഉച്ചഭാഷിണിയായിട്ട് അദ്ദേഹമാണ് ഇന്ത്യ നടത്തുന്ന യുക്രൈൻ റഷ്യ യുദ്ധം മോഡിയുടെ യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. പീറ്റർ കെന്റ് നവാറോ എന്ന് പറയുന്ന വ്യക്തി 1994 മുതൽ 2016 വരെ അടിയുറച്ച ഡെമോക്രാറ്റായിരുന്നു, അടിയുറച്ച ഗ്ലോബലിസ്റ്റ് ആയിരുന്നു, ആഗോളവൽക്കരണവാദിയായിരുന്നു.
അടിയുറച്ച പ്രോ ട്രേഡ് ആയിരുന്നു, വ്യാപാര അനുകൂലവാദിയായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണോ അമേരിക്ക, മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്നതിൻ്റെ വക്താവായി മാറുന്നത് 2016 ശേഷമാണ്. അദ്ദേഹം ചൈനയെ പറ്റിയുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബൈ ചൈന കൺഫ്രോണ്ടിങ് ദ ഡ്രാഗൺ. അപ്പം ചൈനയാണ് അമേരിക്കയുടെ എല്ലാതരം ദുരിതങ്ങൾക്കും കാരണം എന്ന് വിലയിരുത്തിക്കൊണ്ട് എഴുതിയ പുസ്തകമാണത്. 16 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചൈനയുമായി ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച അപൂർവ ധാതുക്കൾ, ഇതൊക്കെ ചൈനയുടെ കുത്തകയാണ്. പിന്നെ ഉള്ള ഈ അപൂർവ ധാതുക്കൾ ഏറ്റവും അധികം ഉള്ളത് യുക്രൈനിലാണ്. യുക്രൈനിൽ തന്നെ റഷ്യ പിടിച്ചടക്കിയ ഡോൺബാസ് മേഖലയിലാണ് ഏറ്റവും അധികം ഈ ധാതുക്കളുള്ളത്. അവിടെയും അമേരിക്കക്ക് കണ്ണുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് അമേരിക്കക്ക് മുമ്പിൽ അമേരിക്ക വളരെ പ്രകോപനപരമായ അമേരിക്കൻ ഒഫീഷ്യൽസ് വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കിയിട്ട് പോലും ഇന്ത്യ അതേ മട്ടിൽ പ്രതികരിച്ചിട്ടില്ല. 1. 2, ഇന്ത്യ GST നിരക്ക് കുറച്ച് ആഭ്യന്തര ഉപഭോഗം കൂട്ടാൻ ശ്രമിക്കുന്നു. അത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ ആഘാതം ഏൽപ്പിക്കാതെ ആയിരിക്കണം എന്ന ഒരു കാര്യം മറുവശത്തുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയുമായുള്ള ഈ വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൾ ഗ്യാസിഫിക്കേഷൻ, ഇന്ത്യയുടെ കൈവശം ഏതാണ്ട് 150 ബില്യൺ റിസർവായിട്ട് കൽക്കരിയുണ്ട്. അതിനെ പഴയ രീതിയിലല്ലാതെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് അധികം കാർബൺ ബഹിർഗമനം ഇല്ലാതെ, അധികം ചാരം ആഷ് ഒന്നുമില്ലാതെ തന്നെ കോളിനെ ഗ്യാസിഫിക്കേഷൻ നടത്താവുന്നതാണ്. ബയോഫ്യൂൽസ്, ജൈവ ഇന്ധനങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 8.8 ഗിഗാവാട്ടിലാണ് കിടക്കുന്നത്. അതിനെ കൂടുതൽ വിസ്തൃതമാക്കാം. ഈ ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കാം. അങ്ങനെ മറ്റ് ഇന്ത്യക്ക് തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാവുന്ന ഒരുപാട് ബദൽ മാർഗങ്ങളുണ്ട്. അതിലേക്ക് ഇന്ത്യ ഇതുവരെ കടന്നിട്ടില്ല. അല്ല ശ്രീ ഷിനാസ്, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മൾ ഉന്നയിച്ചത് ഒരു പുതിയ ശാക്തിക ചേരിക്ക് രൂപം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ എന്ന ഒരു ത്രയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ എന്ന് തന്നെ. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോൾ ബ്രിക്സിനെതിരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളെ അത് ഒറ്റക്കെട്ടായി നേരിടണം, അതിന് ശക്തമായി മറുപടി കൊടുക്കണം എന്ന തീരുമാനമുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ആ നിലയ്ക്കൊരു കൂട്ടായ്മയുടെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടായ്മ ഇപ്പോഴല്ല, വളരെ മുമ്പേ പലരും ഉയർത്തിയ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ അതിൽ ഒരുപാട് യോജിപ്പുകളേക്കാളേറെ വിയോജിപ്പുകളും ആന്തരവൈരുദ്ധ്യങ്ങളുമുണ്ട്. കാരണം ഇന്ത്യ ക്വാഡ് എന്ന കൂട്ടായ്മയിൽ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഈ 4 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് എന്ന കൂട്ടായ്മയിൽ അംഗമാണ്. അപ്പോൾ ക്വാഡ് എന്ന കൂട്ടായ്മയെ ചൈന കാണുന്നത് ഏഷ്യൻ നാറ്റോ ആയിട്ടാണ്. ഏഷ്യൻ നാറ്റോ എന്ന് ചൈന വിളിക്കുന്ന ക്വാഡിൽ നമ്മൾ അംഗമാണ്. ക്വാഡ് ഒരു സൈനിക സഖ്യമല്ല എങ്കിൽ പോലും ചൈന അതിനെ കാണുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ തുരത്താനും ചൈനയെ ഒതുക്കാനുമുള്ള ഒരു 4 രാഷ്ട്രങ്ങളുടെ സഖ്യമായിട്ടാണ് ചൈന അതിനെ വീക്ഷിച്ചു പോരുന്നത്. അപ്പോൾ അതിർത്തി തർക്കം ഒരു ഭാഗത്തുണ്ട്, ക്വാഡിലെ ഇന്ത്യയുടെ അംഗത്വം മറുഭാഗത്തുണ്ട്. റഷ്യയുമായാണ് അങ്ങനത്തെ കാര്യങ്ങൾ, ആ രീതിയിലുള്ള തർക്കങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറയുന്ന ആ ഒരു ത്രികോണ ഇതിൽ ഈ ചൈന എത്രമാത്രം ഇന്ത്യയുമായി ഇണങ്ങിപ്പോകും എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ അതേസമയം തന്നെ വാണിജ്യ മേഖലയിൽ, വാണിജ്യ ലോകത്ത് ഇന്ത്യ, ചൈന, റഷ്യ എന്ന് മാത്രമല്ല, ഗ്ലോബൽ സൗത്തിലെ ബ്രസീലുണ്ട്, ഈ ബ്രിക്സിൽ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വാണിജ്യ മേഖലയിൽ ഈ ബ്രിക്സ് മാത്രമല്ല, മറ്റ് ഷാങ്ഹായ് കോർപ്പറേഷനിലെ മറ്റ് രാജ്യങ്ങളുമൊക്കെ യോജിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ ഒരു ഏകദുർഗ പ്രതിരോധം എന്നതിനേക്കാൾ വാണിജ്യത്തിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ പല രാജ്യങ്ങളും ഇന്ത്യ അടക്കം നടത്തും. കാരണം ഈ ഓയിൽ, ഇപ്പം ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ 1973
ഈ അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കക്കും സഖ്യരാഷ്ട്രങ്ങൾക്കും എതിരെ എണ്ണ ഉപരോധം പ്രഖ്യാപിച്ച് നടപ്പാക്കിയപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി. കാരണം ഈ അറബ് രാജ്യങ്ങളെയായിരുന്നു അവർ ഏകമാത്രമായി ആശ്രയിച്ചിരുന്നത്. അതിനുശേഷം കുറെ ഡൈവേഴ്സിഫിക്കേഷൻ ഓയിലിന്റെ കാര്യത്തിലുണ്ടായി. ഞാൻ ഇന്ത്യ തന്നെ എടുക്കൂ. ഇപ്പോൾ തന്നെ വരുന്ന ഒരു വാർത്ത ശ്രീ ഷിനാസ്, ഈ ഇരു രാജ്യങ്ങളും ഇന്ത്യയും ചൈനയുടെയും കാര്യത്തിൽ ഈ ഭിന്നതകൾ മറികടന്നു ഒരു സമവായത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉള്ള വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുന്നത്. ആ തരത്തിൽ ശുഭകരം എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഡോക്ടർ ഷിനാസ്, ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ റെജി ലൂക്കോസിന് കൂടി പോയ ശേഷം, ശ്രീ റെജി ലൂക്കോസ്, ഈ നയതന്ത്ര വിദേശകാര്യ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ പങ്കെടുക്കുന്ന ഈ ചർച്ചയിൽ ഞാൻ താങ്കളെ ക്ഷണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, താങ്കൾ ദീർഘകാലം അമേരിക്കയിൽ ഉണ്ടായിരുന്നയാളാണ്. അവരുടെ താല്പര്യങ്ങളും രാഷ്ട്രീയവും ഒക്കെ കുറച്ചുകൂടി അടുത്തു നിന്ന് അനുഭവങ്ങളിലൂടെ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ്. ഈ അമേരിക്കയുടെ ഈ ഇരട്ട തീരുവ പ്രഹരം അത് ഇന്ത്യയിലെ സാമാന്യ ജനതയെ എങ്ങനെ ബാധിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? അമേരിക്കയിലുള്ള ഇന്ത്യക്കാരുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണോ ഇതുമൂലം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്? അങ്ങനെ അഭിപ്രായമുണ്ടോ ശ്രീ റെജി ലൂക്കോസ് താങ്കൾക്ക്? 99% സംഭവിക്കാൻ പോകുക. അതിൻ്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഭരണകൂടം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ചൈനയോട് എടുത്ത സമീപനങ്ങൾ മാത്രം നോക്കിയാൽ മതി. ചൈനയെ ഒരു അപ്രഖ്യാപിത ശത്രു രാജ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. 1680ഓളം ചൈനീസ് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് നിരോധിച്ചു. ചുമ്മാ ഒരു ഗെയിമായ ടിക്ടോക്ക് വരെ നിരോധിച്ചു. അങ്ങനെ ഒരു പ്രഖ്യാപിത ശത്രുവായിട്ട് ചൈനയെ ഇന്ത്യയെ പ്രഖ്യാപിക്കാനുള്ള ആ രീതിയിലുള്ള പോളിസി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തോടുള്ള അമിതമായ പ്രണയവും സ്നേഹവും ഇഷ്ടവുമാണ്. അപ്പോൾ അമേരിക്ക എപ്പോഴും തങ്ങളോടൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഭരണകൂടത്തിൻ്റെ ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ജപ്പാനിൽ നേരെ പോയത് എങ്ങോട്ടാ? ചൈനയിലേക്കാണ്. എന്തിനാ ഇപ്പോഴത്തെ ഷാങ്ഹായ് സമ്മേളനം? ചൈന ജപ്പാനെ 2ാം ലോക യുദ്ധത്തിൽ കീഴടക്കിയതിൻ്റെ 80ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ആണ് ഈ ചടങ്ങെന്ന് പറയുന്നത്. അദ്ദേഹം ആ പരേഡ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ തിരിച്ചു വരാൻ പറ്റുക. ഇപ്പോൾ ചൈനയുമായിട്ട് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് കാണുന്നത്, ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ സുദൃഢമാകും. എന്താ പ്രയോജനമുള്ളത്? ഇന്ത്യ ചൈനയിലേക്ക് കയറ്റി അയക്കുന്നത് കേവലം 27 ബില്യനേ ഉള്ളൂ. അസം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് 147 ബില്യനാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചോളം നമ്മളെ ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ പ്രോഡക്റ്റുകൾ 28% എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അല്ല ശ്രീ റെജി ലൂക്കോസ്, ഈ തീരുവ ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ എന്ന നിലയിൽ നമ്മളും ചൈനയും ഒക്കെ സമാനമായ രീതിയിൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങളാണല്ലോ. അത് ശരിയല്ല. കാരണം ചൈനയ്ക്ക് അവർ 240% വരെ ഒരു സമയത്ത് ഉയർത്തിയിരുന്നു. പക്ഷേ അത് കട്ട് ഓഫ് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നു. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങളില്ലാതെ അമേരിക്കയ്ക്ക് സർവേ ചെയ്യാൻ പറ്റത്തില്ല. ഞാനവിടെ ജീവിച്ചതാണ്, എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാൻ പറ്റും. ഇതൊന്നും അല്ലാത്ത വേറൊരു പ്രശ്നമുണ്ട്. അവിടെ ഇന്ത്യക്കാരുടെ ഭാവിയെ സംബന്ധിച്ചോളം ട്രംപ് കഴിഞ്ഞ 4 ദിവസം മുമ്പ് സൂചന തന്നു. 45 ലക്ഷത്തോളം ഇന്ത്യക്കാരെ ഞങ്ങൾക്ക് വേണ്ട, അവരെ പറഞ്ഞു വിടും. അവർ ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന സമ്പ്രദായം അവർ നിർത്തലാക്കാൻ പോകുന്നുള്ളവരും കെൻപിറ്റ് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇനി അവിടെ ഗോൾഡൻ കാർഡ് മാത്രമേ ഉള്ളൂ. അത് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി അവിടെ എന്താ പറയുക സ്ഥിരതാമസത്തിനുള്ള ആനുകൂല്യം അല്ലെങ്കിൽ അതിനുള്ള പെർമിഷനായ ഈ ഗോൾഡൻ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ബാധിക്കുന്ന എത്ര ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കുന്നത്? 96 ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ടെന്നാണ് പറഞ്ഞത്. 13 ലക്ഷം മലയാളികളുണ്ട് അവിടെ. സ്റ്റുഡൻസ് തന്നെ 8 ലക്ഷം ഇന്ത്യക്കാരവിടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ഈ വർഷം അമേരിക്ക ഇന്ത്യയിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ വിസ 38% വെട്ടിക്കുറച്ചു. അതേസമയം 6 ലക്ഷം വിസ ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നു. ചൈന അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നുള്ളവരും ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊന്നും അല്ലാത്ത വേറൊരു സംഭവമുണ്ട്. ഞാൻ പറയാം, അമേരിക്ക ഒരു പക്ക റിലീജിയസ് കൺട്രിയാണ്. ക്രിസ്ത്യൻ ബിലീവാണ് അവർക്ക്. ഈ ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു എന്താ പറയുക, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ബിലീവറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ ഉണ്ടാവും. അമേരിക്കയുടെ പ്രത്യേക ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഞാൻ പറയാം, ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ എവിടെയെങ്കിലും ലോകത്തിൽ ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്ക ചലനങ്ങളുണ്ടാവും. അമേരിക്കൻ എന്ന് പറയുന്ന രാഷ്ട്രവും ആ ജനതയും അത് ശ്രദ്ധിക്കും. ഞാനൊരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞെടുക്കാം. ഈ IS തീവ്രവാദത്തിന്റെ കാലത്ത് സിറിയയിലുണ്ടായിരുന്ന അസീറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 3,45,000. അവർ വെട്ടിക്കൊന്ന് പരമ്പര നടത്തിയപ്പോൾ അമേരിക്കൻ പട്ടാളം രഹസ്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്ത് ഭൂരിപക്ഷം വരുന്ന അസീറിയൻ ക്രിസ്ത്യൻസിനെ രക്ഷപ്പെടുത്തി യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ കേവലം 26,000-ഓളം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതൊരു പോളിസിയാണ്. അത് തന്നെയുമല്ല, ഇപ്പോൾ ഇന്ന് തന്നെ ലോകത്തിലെ 3 യൂറോപ്യൻ രാജ്യങ്ങളിൽ ആൻറ്റി ഇന്ത്യൻ പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞു. ആൻറ്റി ഇന്ത്യൻ എന്താ കാരണം? അമേരിക്ക എടുക്കുന്ന ഏത് തീരുമാനവും വളരെ സാവകാശം യൂറോപ്യൻ രാജ്യങ്ങളും എടുക്കും. അതിൻ്റെ ഒരു കാരണം,
ഈ പറയുന്ന ട്രംപ് 2020 സ്ഥാനം ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് ഈ തീരുവയെക്കുറിച്ച് അദ്ദേഹം സൂചന നൽകിയിരിക്കുന്നു. ഇത്തവണ ജനുവരി 20 അദ്ദേഹം ഓത്തെടുത്തതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി അന്ന് അവിടെ സന്ദർശിക്കുന്ന മൂന്നാമത്തെ രാഷ്ട്രതലവൻ ആ പ്രധാനമന്ത്രിയെ തന്റെ തൊട്ടടുത്തിരിക്കൊണ്ടാണ് കോണ്ടനാമോയിലെ തടവുകാരെക്കാളും ക്രൂരമായിട്ട് നമ്മുടെ 4ഓളം ഫ്ലൈറ്റുകളിൽ അവരുടെ വ്യോമ ഫ്ലൈറ്റുകളിൽ അമൃത്സറിലേക്ക് ലാൻഡ് ചെയ്ത്. അത് ഇന്ത്യയോടുള്ള വലിയൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. അല്ല ശ്രീ റെജി ലൂക്കോസ്, ഇതൊക്കെ മാറ്റിവെച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാത്തതിലുള്ള പ്രശ്നമല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് ഈ തീരുവ പ്രഹരത്തിലൂടെയൊക്കെ ഇന്ത്യയോട് പ്രകടിപ്പിക്കുന്നത്? അതിന്റെ യഥാർത്ഥ വസ്തുത, റിയൽ ഫാക്ട് എന്ന് പറയുന്നത് അതല്ലേ? അത് മാത്രമല്ല, അതൊരു കാരണമായിരിക്കാം. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കോട്ടെ. റഷ്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന അങ്ങോട്ടാ, ചൈനയിലേക്കാ. ഇന്ത്യക്ക് 3-ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ആരാ ഏറ്റവും കൂടുതൽ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്? അത് റിലയൻസ് ഗ്രൂപ്പും നയാര ഗ്രൂപ്പുമാണ്. ഇന്ത്യ ഗവൺമെന്റ് 10% ഇറക്കുമതി ചെയ്യുന്നുള്ളൂ. അതിന്റെ ഒരു പൈസയുടെ ആനുകൂല്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടോ? അതുകൂടാണ്ട് അവർ എക്സ്പോർട്ട് ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപ പിരിക്കുന്നു. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട, ഇന്ത്യയിലെ ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി നേരിടുന്ന വലിയ രീതിയിലുള്ള അട്രോസിറ്റികൾ ഈ രാജ്യത്തെക്കാളും കൂടുതൽ അവിടെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അല്ല, ഈ പൊതുമേഖല എണ്ണ കമ്പനികളും വാങ്ങുന്നുണ്ട്. അതിനോടൊപ്പം താങ്കൾ പറഞ്ഞതുപോലെ റിലയൻസും നയാരയും വാങ്ങുന്നുണ്ട്. പൊതുമേഖല എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ടോട്ടൽ നമ്മുടെ 85% ഉണ്ട് നമ്മുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൽ 10% പൊതുമേഖല സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ പറയുന്ന അംബാനിയുടെയും റിലയൻസും നയാര എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിസ്സാര വിലയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന വലിയ രീതിയിലുള്ള ലാഭം കൊയ്യുന്ന ഈ ഇറക്കുമതിയിലൂടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പൗരന് അതിന്റെ ലാഭം കിട്ടിയിട്ടുണ്ടോ? അന്നും ഇന്നും ഈ റേറ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിൽ 104 രൂപ, കേരളത്തിൽ 106 രൂപയ്ക്ക് വിൽക്കുന്ന പെട്രോളിന് ഇന്ത്യയുടെ അതിർത്തി രാജ്യമായ കൊച്ചു രാജ്യമായ ഭൂട്ടാനിലെത്തിയാൽ 60 രൂപയുള്ളൂ. ഇന്നലത്തെ പ്രൈസ് 60 രൂപയുള്ളൂ. അപ്പൊ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇതിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? ഇനി അമേരിക്കയിലേക്ക് തന്നെ വരാം. അമേരിക്കയിൽ നമ്മുടെ തൊഴിൽ നഷ്ടങ്ങൾ വളരെ ഭീകരമായിട്ട് വരാൻ പോവുകയാണ്. സിലിക്കോൺ വാലിയിലെ പല സ്ഥാപനങ്ങളും പല IT സ്ഥാപനങ്ങളും അവിടെ ഇന്ത്യക്കാരെ തൊഴിലാളികളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വേറെ തൊഴിൽ നോക്കിക്കോളൂ, നിങ്ങളുടെ തൊഴിൽ ഇവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യയിലെ IT സെഗ്മെന്റ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷം അമേരിക്കൻ സ്ഥാപനങ്ങളുടെ ഔട്ട്സോഴ്സിങ്ങിലൂടെ അതിന്റെ സൂചന വന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യയെ പാഠം പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യം അമേരിക്കയുണ്ട്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയിൽ പോയി ഒരു കൂട്ടായ്മ ഉണ്ടായതിന്റെ പേരിൽ ഈ പറയുന്ന ഈ താരിഫ യുദ്ധത്തിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം, ഗുഡിവാഡ, അതുപോലെ തന്നെ വിജയ പോലുള്ള പ്രദേശങ്ങളിൽ 14 ലക്ഷം പേരാണ് അവിടുത്തെ പ്രോൺസ് കൾച്ചറിൽ ജോലി ചെയ്യുന്നത്. 14 lakhs ആൾക്കാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് മുഴുവനും അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആന്ധ്രയിൽ നിന്നാണ് ഏറ്റവും, നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട് കുറച്ച്, അത് മുഴുവൻ ബ്ലോക്കായി കഴിഞ്ഞു. നമ്മുടെ കശുവണ്ടി മേഖല സ്തംഭിക്കാൻ പോകുന്നു. നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾക്ക് ഇപ്പം അമേരിക്കയിൽ വിപണിയില്ല. ഇപ്പം ഈ കിറ്റസ് സാബുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ ന്യൂജേഴ്സിയിലെ ഗോഡൌൺ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അപ്പാരൽസ് ആണ് അമേരിക്കയിലെ നമ്പർ 2 റീറ്റെയിൽസിൽ. അദ്ദേഹം ഇനി എങ്ങനെയാണ് വിപണി കണ്ടെത്തുന്നത്? അത് ആ സ്ഥാപനം തകർന്നു പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുമോ? ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താ? നമ്മുടെ മലയാളികളായിട്ടുള്ള ഇപ്പോഴത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ മലയാളികളുടെ അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്കുള്ള വാതിലുകൾ പതിയെ അടയുന്നു. ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത് ഇത് വളരെ തന്ത്രപരമായിട്ട്, അമേരിക്കയിൽ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വളരെ ലോകത്തിലാണല്ലോ. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ പോയി ഹൗഡി മോഡി എന്ന് പറഞ്ഞ പരിപാടിയിൽ ആ സമയത്ത് ഞാൻ അമേരിക്കയിലുണ്ട്. അദ്ദേഹം പോയി ട്രംപിന് വോട്ട് ചോദിച്ചില്ല. മറ്റൊരു വലിയ ലോഹിത്തിലല്ലോ ഇപ്പോൾ, കാരണം 4 ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തില്ല എന്നല്ലേ പറയുന്നത്? അതെ, ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങളിൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് വലിയൊരു ഇടിവ് വന്നിരിക്കുന്നു. ആ ഡിപ്ലോമസി തകർന്നിരിക്കുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രി ഒരു ഫെയിലിയറാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ മകൻ വർക്ക് ചെയ്യുന്നതോടെ അറിയോ? അതാണ് വിരോധാഭാസം. അല്ലെ BJP തർക്കിക്കട്ടെ. റിലയൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ അമേരിക്കയിലെ ചീഫാണ് ഈ ജയശങ്കർ എന്ന് പറയുന്ന ആളുടെ മകൻ. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിനകത്ത് ഒരുപാട് കോൺട്രഡിക്ടീസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഷാങ്ഹായ് സമ്മേളിക്കുന്ന രാജ്യങ്ങൾ ഏതാ? അമേരിക്കൻ ശത്രുതയുള്ള രാജ്യങ്ങളുടെ സംഘമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മളോടുള്ള ഈ ഇറക്കുമതി ചുങ്കത്തിന്റെ ഈ താരിഫ് യുദ്ധം അവർ കണ്ടിന്യൂ ചെയ്യും. ഡിപ്ലോമസിയാണ് ഇവിടെ വേണ്ടത്. ശരി, അതേതായാലും ശ്രീ വേണുരാജാമണി അദ്ദേഹത്തിന്റെ നിരീക്ഷണം കൂടി ഈ സാഹചര്യത്തിൽ പങ്കുവെക്കട്ടെ. കാരണം ഇത് അധികം നീണ്ടുപോകില്ല.
പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്ന ഒന്നാകി മാറും എന്ന് കരുതുന്നവരുണ്ട്, പ്രതീക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ താങ്കൾ പറയുന്നു ഈ താരിഫ് യുദ്ധം നീണ്ടു പോവുകയും അത് ക്രമേണ ഇന്ത്യക്കാരുടെ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതോടൊപ്പം അമേരിക്കയിലേക്കും ഒക്കെയുള്ള അവരുടെ ആക്സസിന്, അവർക്ക് എത്താനുള്ള സാധ്യതകൾ, അവരുടെ മുന്നിലുള്ള വാതിലുകൾ പതിയെ അടയുന്ന ഒന്നായി മാറുന്നു. മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന, റിലീജിയോസിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലൊരാൾ എവിടെയെല്ലാം ഈ ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നു, അവിടെയെല്ലാം അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു, പ്രസൻസ് ഉണ്ടാകുന്നു. അതൊക്കെ ഇതിനൊക്കെ ഒരു കാരണമാകുമെന്ന് താങ്കൾ മങ്ങന്തരേണ ഈ ചർച്ചയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഈ കാര്യങ്ങളിൽ ശ്രീ വേണു രാജാമണിക്ക് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ടേക്ക് എന്താണെന്ന് നോക്കാം. ശ്രീ വേണു രാജാമണി, ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോൺ കോളുകളെ അവഗണിക്കുന്ന തരത്തിലേക്ക് ഒരു ശക്തമായ നിലപാട് ഈ തീരുവ പ്രശ്നങ്ങൾക്ക് ശേഷം അമേരിക്കയോട് ഇന്ത്യ കൈക്കൊണ്ടു എന്ന് വാർത്തകൾ വന്നിരുന്നു. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വിള്ളൽ തുടർന്നുകൊണ്ട് പോകാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ? രണ്ടാമത് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൻ്റെ പാപ്പരത്തമാണ് നമ്മൾ ഈ നിലയിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് എന്നാണ്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നത്, ഒന്ന് ട്രംപിൻ്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ പറഞ്ഞതാണ്, അതായത് യുക്രൈൻ യുദ്ധം നടത്തുന്നത് നരേന്ദ്രമോദിയാണെന്ന്. മറ്റൊന്ന് വന്നത് ഈ US-ന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഫോക്സ് ബിസിനസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, അതായത് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ മുന്നോട്ട് പോകാത്തതിലെ ഇച്ഛാഭംഗം കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുവ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ്. ഇതെല്ലാം എന്തിൻ്റെ സൂചനകളാണ് ശ്രീ വേണു രാജാമണി? ഗോപികൃഷ്ണൻ, നമ്മൾ ഈ അമേരിക്കയുടെ ഭാഗത്തിൽ നിന്നും വളരെയധികം പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടും അതിനോടൊന്നും ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നമ്മൾ വളരെ ക്വയറ്റായിട്ട് നമ്മുടെ രാജ്യത്തിനുള്ളിൽ കൺസംഷൻ വർദ്ധിപ്പിക്കാനായി എന്ത് ചെയ്യുവാൻ സാധിക്കും, അതിൽ GST നിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇതിനു മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് എല്ലാം പറഞ്ഞതുപോലെ എങ്ങനെ നമ്മുടെ ട്രേഡ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ട്രേഡ് ഡെസ്റ്റിനേഷൻസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും എന്നുകൂടി അന്വേഷിക്കുകയാണ്. അമേരിക്കയുമായി ട്രേഡ് ടോക്സും മറ്റ് നയതന്ത്ര ചർച്ചകളും എല്ലാം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ശ്രമങ്ങളും ഒരു അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിലെത്തുക, ഒരു ട്രേഡ് ഡീൽ എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അതിൽ പല ഘടകങ്ങളുണ്ട്. ഈ 25% പെനൽറ്റി റഷ്യൻ ഓയിൽ മേടിക്കുന്നതിന് നമ്മുടെ മേലിൽ ചുമത്തിയിരിക്കുന്നത്, അതിന് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഒരു പരിഹാരം ഉണ്ടാവും. ആ യുദ്ധം അവസാനിപ്പിച്ചാൽ റഷ്യയെ സാങ്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം അമേരിക്കയ്ക്ക് ഇല്ലാതെയാകും. അമേരിക്ക തന്നെ എല്ലാ സാങ്ഷൻസും വിഡ്രോ ചെയ്തെന്ന് വരും. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ട്രംപ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഒത്തുതീർപ്പിൽ എത്തിയിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഇടപെടലിലൂടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുകയും റഷ്യ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്താൽ ആ സാങ്ഷൻസ് കുറയാൻ സാധ്യതയുണ്ട്. ആ സാങ്ഷൻസ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഇന്ത്യയുടെ മേലുള്ള ആ പെനൽറ്റിയുടെ ആവശ്യമില്ലാതെ വരും. ബാക്കി വരുന്ന 25% തിരുവ എന്ന് പറയുന്നത് ആ ഒരു ട്രേഡ് ഡീൽ വിജയിക്കാത്തത് കൊണ്ടാണ്. അവിടെ അമേരിക്കയുടെ ആവശ്യം ഇന്ത്യയുടെ കാർഷിക രംഗത്തെ, നമ്മുടെ ഡയറി സെക്ടറെ, മത്സ്യോൽപ്പന്ന സെക്ടർ, ഇതെല്ലാം അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു നൽകണം എന്നുള്ളതാണ്. അത് സാധിക്കില്ല. ഇന്ത്യയെ ഒരു പാശ്ചാത്യ രാജ്യമായി താരതമ്യപ്പെടുത്തുവാൻ സാധിക്കില്ല. നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രിഡോമിനന്റ്ലി സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറാണ്. ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. വലിയ ഫാംസും എല്ലാം വലിയ കയറ്റുമതി ചെയ്യുന്ന ഒരു അഗ്രികൾച്ചറൽ സെക്ടർ അല്ല. അപ്പൊ അത് തകരാനായി നമ്മൾ അനുവദിക്കില്ല എന്നത് തന്നെയാണ് ഗവൺമെന്റ് ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. അതിൽ ഇതുവരെ വന്നിട്ടുള്ള വാർത്തകൾ ഇരുവശത്തെയും നെഗോഷിയേറ്റേഴ്സ് ഒരു സൊല്യൂഷൻ അടുത്തവരെ എത്തി. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ ട്രംപ് ഇടപെട്ടാണ് ഈ ഡീലിന് തയ്യാറാകില്ല എന്ന ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ട്രംപ് എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു എന്നതിനെ കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങളുണ്ട്. അതിൽ
പ്രധാനമായിട്ടും ഉള്ള ഒരു കാരണം പറയുന്നത് പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള ഒരു ടെലിഫോൺ കോളിൽ പ്രധാനമന്ത്രി മോദി അതിശക്തമായി പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ആ ഒരു വെടിനിർത്തൽ കരാറിൽ അമേരിക്കയ്ക്ക് യാതൊരു റോളും ഇല്ലായിരുന്നു. അത് ഞങ്ങളും പാകിസ്ഥാനും തമ്മിൽ എത്തിച്ചേർന്ന ഒരു ഒത്തീർപ്പാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ട്രംപിന്റെ നോബൽ പ്രൈസ് മോഹങ്ങളെ ഇല്ലാതാക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി ഫോണിലൂടെ സംസാരിച്ചു. അത് കാരണം ദേഷ്യപ്പെട്ടാണ് ട്രംപ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ചില ഊഹാപോഹങ്ങൾ. ഇതെല്ലാം റൂമേഴ്സേ ഉള്ളൂ, നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. എന്നിരുന്നാലും എല്ലാവർക്കും അറിയാം ട്രംപ് എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ഈഗോ ഉള്ള ആളാണ്. എല്ലാ ലോക രാഷ്ട്രങ്ങളും ലോക രാജ്യങ്ങളുടെ തലവന്മാരും അദ്ദേഹത്തെ പ്രൈസ് ചെയ്യുകയും നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ മണിയടിക്കുക എന്ന് പറയുക, അദ്ദേഹത്തെ ഏതെല്ലാം വിധത്തിൽ സന്തോഷിപ്പിക്കാമോ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിധത്തിലെല്ലാം ഇന്ത്യ വീണ്ടും ചിന്തിച്ചു എന്ന് വരും. നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു സ്ഥാനം നൽകുവാൻ സാധിക്കില്ല, മധ്യസ്ഥത നൽകുവാൻ സാധിക്കില്ല. എന്നാൽ ട്രംപിനെ സന്തോഷിപ്പിക്കുന്ന വേറെ എന്ത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും? എങ്ങനെ അദ്ദേഹത്തിന് ഇന്ന് ഇന്ത്യയോടുള്ള ആ ഒരു ദേഷ്യത്തിന് അറുതി വരുത്താനായി എന്ത് നമുക്ക് ഒരു കോമ്പൻസേറ്ററി മെഷറായിട്ട് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത്. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇറാനെതിരെ അമേരിക്ക സാങ്ഷൻസ് പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ പ്രഷറിന്റെ കീഴിൽ ഇന്ത്യ വളരെ ആരെയും അറിയിക്കാതെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പതുക്കെ കുറച്ചു. അത് അമേരിക്കക്കാരെ മാത്രം അറിയിച്ചു. അതുപോലെ നാളെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും വേണ്ടി വന്നാൽ അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചു എന്ന് വരും. അങ്ങനെ പല ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലൂടെ അമേരിക്കയുമായി ഒരു കൺഫ്രണ്ടേഷന് പോവുകയല്ല ഇന്ത്യയുടെ തന്ത്രം. ഒരു വശത്ത് നമുക്ക് മറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്, നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ആ രാജ്യങ്ങളുമായി പ്രത്യേകിച്ചും ചൈനയും റഷ്യയുമായി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, അതിലൂടെ അമേരിക്കയ്ക്കും ലോകത്തിനും ഒരു മെസ്സേജ് നൽകുക എന്ന ഉദ്ദേശം ഇന്ത്യക്കുണ്ട്. എന്നാൽ മറുവശത്ത് അമേരിക്കയുമായി ചർച്ചയിലൂടെ എങ്ങനെ ഈ തിരുവയെ ഇല്ലാതാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറയ്ക്കുവാൻ സാധിക്കും എന്നതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. അത് ഭാവിയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. താൽക്കാലികമായി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഭാവിയിൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം. ശരി, ശ്രീ ഷിനാസ്, ഈ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളെ ബലി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യ താല്പര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഒന്നും ചെയ്യില്ല എന്നാണ് അമേരിക്കയുമായുള്ള ഈ തീരുവ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന നിലപാടിന് നൽകുന്ന മോദി സർക്കാർ നൽകുന്ന രാഷ്ട്രീയമായ വിശദീകരണം. അത് ശ്രീ ഷിനാസ് താങ്കൾ മുഖവിലേക്ക് എടുക്കുമോ? ഈ ചർച്ചയിൽ അറിയേണ്ട ഒരു കാര്യം അതോ ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളോ പോരായ്മകളോ ആണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്? അതെ, നേരത്തെ ശ്രീ റജി ലൂക്കോസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മതമോ മതപീഡനമോ ഒന്നുമല്ല ഈ വ്യാപാര ചർച്ചയുടെ മർമ്മ പ്രശ്നം. ശ്രീ വേണു രാജാമണി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്കയുടെ ആവശ്യം ഇന്ത്യയുടെ ക്ഷീര കാർഷിക മേഖല അമേരിക്കൻ വിപണിക്ക് തുറന്നു കൊടുക്കണം എന്നായിരുന്നു. അത് ട്രംപല്ല, ഇന്ത്യയിൽ ഏത് ഭരണകൂടം വന്നാലും, ട്രംപ് ഭരിച്ചാലും അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇന്ത്യയിലെ ക്ഷീര കാർഷിക മേഖല അമേരിക്കക്കോ മറ്റു രാജ്യങ്ങൾക്കോ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ്. ഒരു ഭരണകൂടവും, ഏത് രാഷ്ട്രീയ ചായ്വുള്ള പാർട്ടികളുമാവട്ടെ, ഒരു ഇന്ത്യൻ ഭരണകൂടവും ആ രീതിയിലുള്ള ഒരു ആവശ്യത്തിന് മുന്നിൽ വണങ്ങില്ല, അല്ല അത് സമ്മതിച്ചു കൊടുക്കില്ല. അതാണ് ഒരാവശ്യം. അതിൽ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത് രാഷ്ട്രീയമായി വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർക്കറിയാം, ഇനി നാളെ ഭരിക്കുന്നവർക്കറിയാം, ഇന്നലെ ഭരിച്ചവർക്കും അറിയാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ വ്യക്തികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് കാര്യമായ യാതൊരു പങ്കും വഹിക്കുന്നില്ല. ഇപ്പോൾ ഹൗഡി മോഡി നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയൊക്കെയുള്ള വ്യക്തിബന്ധങ്ങൾ രാജ്യ താല്പര്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ വ്യക്തി താല്പര്യങ്ങൾ അഗണ്യകോടിയിൽ തള്ളപ്പെടും. നമ്മൾ അലാസ്കയിൽ കണ്ടു. ഇപ്പോൾ ട്രംപും പുടിനും തമ്മിൽ നല്ല ബന്ധമാണ് എന്നാണല്ലോ പറഞ്ഞു വരാറുണ്ടായിരുന്നത്. പുടിനെ അലാസ്കയിൽ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു.
അവരുടെ B-2 ബോംബർ വിമാനങ്ങളും മറ്റതുമൊക്കെ പറത്തി പുടിന് ആ രീതിയിലാണ് വലിയ ഗംഭീരമായ സ്വീകരണം നൽകി. പക്ഷേ അലാസ്കയിൽ നടന്ന ചർച്ചയിൽ പുടിനും ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധമല്ല ഒരു ഇഞ്ച് പിറകോട്ട് പോയില്ല റഷ്യ. അവർ നിന്നിടത്ത് നിൽക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ആ ചർച്ച പരാജയപ്പെട്ടതും പുടിൻ പോയതും. പിന്നീട് യുക്രൈൻ കീവിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വ്യക്തിബന്ധങ്ങളല്ല. അപ്പോൾ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് രാഷ്ട്ര തീരുമാനങ്ങൾ മാറ്റാനൊന്നും രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ ആണ് ഏറ്റവും പരമപ്രധാനം. അപ്പോൾ ഇതിൽ നേരത്തെ ശ്രീ വേണു രാജാമണി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം തന്നെ, ഈ ചർച്ചകൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ച സസ്പെൻഡ് ചെയ്തിട്ടില്ല, നീട്ടിവെച്ചിട്ടില്ല. അതൊന്ന് ഒരു പോസിൽ നിർത്തിയിരിക്കുകയാണ്. അത് തീർത്തും ഉപേക്ഷിച്ചിട്ടില്ല. ചർച്ചകളിലൂടെ ഇപ്പോ സസ്പെൻഡ് ചെയ്തിട്ടില്ല, അത് പോസ് ചെയ്തിരിക്കുകയാണ്. അതായത് ചർച്ചയിൽ നിന്ന് രണ്ടു കൂട്ടരും പിന്മാറിയിട്ടില്ല. ചർച്ചകൾ ഇനിയും തുടരാവുന്നതേ ഉള്ളൂ. പക്ഷേ ട്രംപ് പലർക്കും 140ഉം 150ഉം താരിഫ് പ്രഖ്യാപിച്ച് പിന്നീട് അത് കുറച്ച് കൊണ്ടുവന്ന ചരിത്രമുണ്ട്. റഷ്യ യുക്രൈൻ തീരാതെ ഇന്ത്യയുടെ 50% താരിഫ് കുറക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം റഷ്യയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാതെ അത് പെട്ടെന്ന് ദ്രുതഗതിയിൽ അവസാനിക്കുക സാധ്യമല്ല. റഷ്യയുടെ ആവശ്യങ്ങൾ ഇപ്പോൾ റഷ്യ കീഴ്പ്പെടുത്തിയെടുത്ത പ്രദേശങ്ങൾ ഒക്കെ റഷ്യക്ക് വേണം എന്നുള്ളതാണ്. നാറ്റോയിൽ ചേരരുത്, അത് അമേരിക്ക സമ്മതിച്ചു. അങ്ങനെ കുറെ വലിയ സെലൻസ്കിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ആവശ്യങ്ങളുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും സ്വീകരിക്കാൻ എനിക്ക് തോന്നുന്നു ഇത് വളരെ നീണ്ട ചർച്ചകളിലേക്ക് വഴി തുറക്കുന്ന ഒന്നാണ് ഈ പ്രശ്നം. ഏതായാലും അമേരിക്കയുടെ ഈ തീരുവ പ്രഹരത്തിന്റെ പ്രത്യാഘാതങ്ങൾ രാജ്യമെന്ന നിലയിൽ നമ്മൾ അനുഭവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നടത്തുന്ന ലോകരാഷ്ട്രങ്ങളുമായി പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയം എന്തായിരിക്കും? അത് ഇന്ത്യ, റഷ്യ, ചൈന എന്ന പുതിയ ശാക്തിക ചേരിക്ക് രൂപം കൊടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട ഒന്നാണ്. ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറിലൂടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.